എന്താണ്, അതാണ് നമ്മൾ നമ്മുടെ തിയറി കൊണ്ട് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോ അങ്ങനെ ഒരു കാര്യം, ആ ഒരു അപ്ഡേഷൻ, അതായത് ഇതാണ് എന്റെ കർമ്മ എന്നുള്ള കിട്ടിയത് എനിക്ക് എന്താണ് ഈ മിത്രാസ്ട്ര അക്കാദമിയിൽ വന്നതിന് ശേഷവും ഈ തിയറി പഠിച്ചതിന് ശേഷമാണ്. ഓക്കെ. അതുപോലെ അടുത്ത കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ സ്ലൈഡ് ഇടാൻ നോക്കണം, പക്ഷെ ഒരു ചെറിയ എന്തോ ഒരു പ്രോബ്ലം ഉണ്ടോ നോക്കട്ടെ. സ്ലൈഡ് കാണുന്നുണ്ടല്ലോ അല്ലെ? ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാമോ? കാണുന്നുണ്ട്. ഓക്കെ. ഇത് ചെറിയൊരു ലാഗ് പോലെ. ഇപ്പൊ പിന്നെയും പോയി, ബ്ലാങ്ക് ആണ്. ഓക്കെ. അപ്പോ പിന്നെ നമ്മുടെ എന്റെ ഗുരുനാഥനായ MK മിത്രാത്മജൻ സാറിനെ കുറിച്ച് പറയാനാണെങ്കിൽ, അപ്പോൾ നിങ്ങൾക്ക് ഒരുവിധ ആളുകൾക്ക്, ഭൂരിഭാഗം ആളുകൾക്ക് അറിയാം എം തിയറി എന്നൊരു സിദ്ധാന്തം കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ എടുത്തുകൊണ്ട് വന്നത് മിത്രാത്മജൻ സാറാണ് അല്ലെ? അപ്പോ മിത്രാത്മജൻ സാറിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല്, മിത്രാത്മജൻ സാർ ഒരു പ്രോബ്ലം സോൾവറാണ്. അദ്ദേഹത്തിന് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ സോൾവ് ചെയ്യണം എന്നറിയാം. അത് ആളുടെ ജീവിതത്തിലൂടെ ഉണ്ടാക്കിയെടുത്തുള്ള ഒരു കാര്യമാണ് പ്രോബ്ലം സോൾവ്. എങ്ങനെ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാം എന്ന് സാറിനൊരു കഴിവുണ്ട്, പ്രത്യേക കഴിവുണ്ട്. അതിപ്പോ എന്ത് കാര്യം വന്നു, അപ്പൊ നമ്മളൊരു പ്രശ്നമായി മുന്നോട്ട് പോയി, ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു വിമർശനം വന്നു, അതിനെ സോൾവ് ചെയ്യാനുള്ളൊരു വഴി അല്ലെങ്കിൽ ഒരു റൂട്ട് എടുത്തു തന്നത് മിത്രൻ സാറാണ്. അപ്പൊ ആ റൂട്ടിലൂടെ നമ്മൾ പോയപ്പോ നമുക്കത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റി. ഓക്കെ. അപ്പൊ അതിന്റെയൊക്കെ ഒരു എന്താ പറയാ പരിണിത ഫലം എന്ന രീതിയിലാണ് ഈ ഫ്രീ ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സും 5 മിനിറ്റ് അപ്പോയിന്റ്മെന്റ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. ഇപ്പോ 67 പേര് കഴിഞ്ഞു 5 മിനിറ്റ് അപ്പോയിന്റ്മെന്റ് എടുത്തവർ. ഇപ്പോഴും ആളുകൾ അപ്പോയിന്റ്മെന്റുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പൊ നമ്മുടെ ഫ്രീ ടൈം അനുസരിച്ച് നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നമുക്ക് ആ ഒരു പ്രോബ്ലം നമുക്ക് വന്നതിന് ശേഷമാണ്. ആ പ്രോബ്ലത്തിനെ നമ്മൾ എങ്ങനെ കാണുന്നു, അതായത് നമ്മുടെ ലൈഫിലെ നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്കൊരു പ്രോബ്ലം വന്നാൽ നമ്മൾ ആ പ്രോബ്ലത്തിനെ ആണ് നോക്കി കാണാം. അതൊരു വലിയൊരു പ്രശ്നമായിട്ട് കാണും. പക്ഷെ ആ പ്രോബ്ലത്തിൽ തന്നെ അതിന് സൊല്യൂഷൻ എന്താ പറയാ, ആ സോൾവ് ചെയ്യാനുള്ള ഒരു കാര്യം കൂടി ഉണ്ടാവും. അത് നമ്മൾ കാണില്ല, കാരണം ഈ പ്രോബ്ലം എന്തായി നമ്മൾ കാണുമ്പോൾ. അപ്പോ നമ്മുടെ ചിന്താരീതിയാണ് മാറ്റേണ്ടത്. നമ്മൾ പ്രോബ്ലത്തെ കാണാതെ ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനുള്ള ഒരു ടൂള് അവിടെ അതിൽ തന്നെ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ, അപ്പോ അങ്ങനത്തെ കുറച്ച് തത്വങ്ങൾ എനിക്ക് സാറിൽ നിന്ന് എടുക്കാൻ പറ്റി. എല്ലാ തത്വങ്ങളും എടുക്കാൻ പറ്റിയിട്ടില്ല, എങ്കിലും ചില തത്വങ്ങളെ നമുക്ക് സാറിൽ നിന്ന് അബ്സോർവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അത് നമ്മുടെ ലൈഫിലൊരു ചേഞ്ച് ആണ്, നമ്മളിൽ തന്നെ ഒരു അപ്ഡേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങനെ അധികം സംസാരിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു. ഇതുപോലെ ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ എടുക്കാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ യൂട്യൂബിലൊക്കെ വീഡിയോ ഓപ്പൺ ആയിട്ട്, അതായത് പബ്ലിക്കൊക്കെ ആയിട്ട് ഇട്ട് തുടങ്ങിയത് ആ വിമർശനം എന്നൊരു കാര്യം വന്നതിന് ശേഷം പെട്ടെന്നായിരുന്നല്ല, നമ്മൾ പ്ലാൻ ചെയ്ത അൺഎക്സ്പെക്ടഡ് ആയിട്ട് സംഭവിച്ച ഒരു കാര്യം അത് വീഡിയോസ് ഇടാന്നുള്ളത് പബ്ലിക്കായിട്ട്. അതല്ലാതെ നമ്മുടെ ക്ലാസിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പോ കൺസൾട്ടേഷൻ എടുത്തതിന്റെ പ്രൈവറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുമെന്നല്ലാതെ ഓപ്പൺ ആയിട്ട് വീഡിയോ അവർ ചെയ്തിട്ടില്ല. അതിന് ശേഷമാണ് നമ്മൾ ചെയ്തത്. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു ചേഞ്ച്, അതായത് ഇപ്പൊ മിത്രൻ സാറുമായിട്ട് അടുത്ത് നിൽക്കുന്ന എല്ലാവർക്കും ആ സാറിന്റെ ഒരു പോസിറ്റീവ് എനർജി എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ആ സാറിന്റെ ആ റൂൾസ് അല്ലെങ്കിൽ ആ തത്വങ്ങൾ എടുത്തു പോവാ, അതായത് ആ സാറിന്റെ പേഴ്സണൽ കാര്യങ്ങളല്ല, തത്വങ്ങളെ സാർ ഫോളോ ചെയ്യുന്ന കുറച്ച് തത്വങ്ങളുണ്ട്. ആ തത്വങ്ങളെ ഫോളോ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ലൈഫിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടായ ഒരു വ്യക്തിയാണ് ഞാൻ. സാറിന് തത്വങ്ങൾ എടുത്ത് അല്ലെങ്കിൽ സാർ പറയുന്ന ആ റൂട്ടിലൂടെ നമ്മൾ പോകുമ്പോൾ, ഇപ്പൊ നമുക്കൊരു ഇഷ്യൂ വരാണെങ്കിൽ സാറിന്റെ അടുത്ത് നമ്മൾ പോകുമ്പോൾ സാർ അതിനുള്ള ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു കാര്യം പറഞ്ഞു തരും. അത് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തൊന്നും തരില്ല. ഇത് ജസ്റ്റ് സമയം ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് കാര്യം ഉണ്ടാവുള്ളൂ. പക്ഷെ അതിൽ നിന്ന് നമുക്ക് അത് എന്താ മനസ്സിലായ ഒരു പോയിന്റ് അതിൽ ഉണ്ടായിരിക്കും. ആ പോയിന്റ് നമ്മൾ എടുത്തിട്ട് ആ റൂട്ടിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ സക്സസ് ആവും. അതിനൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. അപ്പോ അങ്ങനെ സക്സസ് ആയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയും കൂടിയാണ് ഞാൻ. അത് കോൺഫിഡൻസ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോ
അങ്ങനെ ഒരു കാര്യമുണ്ട്. അതുപോലെ സാറ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും നമ്മൾ ഉയർത്തിക്കൊണ്ടുവരാം. അതായത് സാറ് എന്ന് വെച്ചാല് മിത്രൻ സാറ് സീറോയിൽ നിന്ന് വന്നിട്ടുള്ള ആളാണ്. ഒരു സാധാരണക്കാരനായിട്ട് ജനിച്ചു വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് മിത്രൻ സാറ്. അതുകൊണ്ട് തന്നെ മിത്രൻ സാറിന് അങ്ങനെ, അതായത് ഒരു കാര്യത്തില് എഫർട്ട് എടുക്കുന്ന വ്യക്തികളെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് അദ്ദേഹത്തിന് ഒരു എന്താ പറയാ, ഒരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ നന്നായി സപ്പോർട്ട് ചെയ്യും അദ്ദേഹം. അതിപ്പോ നമ്മുടെ ക്ലാസ്സിൽ എല്ലാവരും ചെയ്യും. എന്നാൽ പ്രോബ്ലംസിൽ ബാധിച്ച് നിൽക്കുന്നവര്, അതുപോലെ പ്രത്യേകിച്ച് ലേഡീസിനെ, അവരൊക്കെ കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരിക, അവിടെ പ്രോബ്ലം ഉള്ളവരെ പ്രത്യേക ഒരു കെയർ കൊടുക്കും എന്നുള്ളതാണ്. അത് പാർഷ്യാലിറ്റി അല്ല, അത് അവർക്കാണ് കൂടുതൽ നമുക്ക് എന്ത് വേണ്ടത്, എഫർട്ട് കൊടുക്കണ്ടേ. അവരെല്ലാം നമ്മൾ ഉയർത്തിക്കൊണ്ടുവരാം. മറ്റുള്ളവരെന്ന് വെച്ചാല് അവർക്ക് ഉയർന്നു വരാനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അല്ലെ. അതുകൊണ്ട് അവര് അവർക്ക് എന്ത് മതി, അവർക്കൊരു ഇൻഫർമേഷൻ മതിയാവും. പക്ഷെ നമുക്ക് ഒരു സാധാരണക്കാരനെ എന്ന രീതിയിൽ എന്താണ്, നമുക്ക് ആ ഇൻഫർമേഷൻ പോരാ, അതിനെങ്ങനെ പ്രാവർത്തികമാക്കുന്നു, അതിനുള്ള ഫുൾ സപ്പോർട്ട്. അപ്പോ മിത്രൻ സാറ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ, അതായത് ഫസ്റ്റ് ബാച്ചിന്റെ ആസ്ട്രോളജി ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാല്, നിങ്ങൾ ധൈര്യമായിട്ട് പോരെ, ഈ ജാതകം എടുത്ത് തുടങ്ങിക്കോ. അതായത് മിത്ര ആസ്ട്രോ അക്കാദമിയുടെ ബേസിൽ ജാതകങ്ങൾ എടുത്ത് തുടങ്ങിക്കോ, ഞാനുണ്ട് കൂടെ എന്നല്ല പറഞ്ഞത്, ഞാനുണ്ട് മുന്നില്, എന്തിനും നേരിടാൻ, അങ്ങനെയാണ് പറഞ്ഞത്. അതായത് എതിരെ വരുന്ന ആളുകളുടെ ആദ്യത്തെ വെടികൊള്ളുന്ന എന്റെ നെഞ്ചത്തായിരിക്കും. അതിനുശേഷം മാത്രമാണ് നിങ്ങൾക്ക് വെടികൊള്ളൂ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാകൂ എന്നാണ് നമ്മളത് പറഞ്ഞത്. ഇത്രയും കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞത്, അതായത് ഇത്രയും കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് എന്താ പറയാ, സപ്പോർട്ട് തരുന്ന ഒരാളും കൂടിയാണ് മിത്രൻ സാർ. അത് മറ്റുള്ള ഗുരുകളിൽ ഞാൻ കാണാത്തൊരു കാര്യം കൂടിയാണ്. ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുക, പിന്നെ എല്ലാവരെയും ഈക്വൽ ആയിട്ട് കാണുക, അങ്ങനത്തെ ഒരു കാര്യം. എല്ലാവർക്കും ഒരേപോലെ അവസരങ്ങൾ കൊടുക്കുകയും ചെയ്യും. അതായത് ഒരു വ്യക്തിക്ക് ഏത് റൂട്ട് പോകാനാണോ സ്കില്ല്, ആ സ്കില്ല് കണ്ടെത്തി ആ റൂട്ടിലേക്ക് വിടുക, അതാണ് സാറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയാം. അപ്പൊ ആ റൂട്ട് പോയാൽ മതി, അതായിരിക്കും ആ വ്യക്തിയുടെ കർമ്മ. ആ കർമ്മയുമായി ബന്ധപ്പെട്ട് ആ റൂട്ട് പോകുമ്പോൾ ആ വ്യക്തി സക്സസ് ആവും ഫ്യൂച്ചറിൽ. ഓക്കെ, അപ്പൊ അങ്ങനെ സാറിന് ഉള്ള കുറച്ച് പ്രത്യേക മറ്റു ഗുരുക്കൾ. ഹലോ, സാർ കയറിക്കോ, അതിന് ശേഷം ഞാൻ ക്ലാസ് എടുത്തോളാം. ഞാൻ സാറിനെ കുറിച്ച് സംസാരിക്കായിരുന്നു, അപ്പൊ സാർ വിളിച്ചത്. സാറ് കയറി. ഓക്കെ, ശരി. മിത്രൻ സാറ് വിളിച്ചത്. അപ്പൊ സാറ് തേർഡ് ബാച്ചിന് ക്ലാസ് എടുക്കുമായിരുന്നു. അപ്പൊ തേർഡ് ബാച്ചിന്റെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ സാറൊന്ന് ഫ്രീ ആയിട്ടുണ്ട്. അപ്പൊ ഒന്ന് കേറാന്ന് പറഞ്ഞിട്ടുണ്ടോ സാറ്? ഓക്കെ. അപ്പോ നമ്മൾ പറഞ്ഞു വരുന്നത്, ഒരു ഗുരു എന്നതിനുള്ളൊരു മികച്ച ഉദാഹരണം എന്നത് ഞാൻ കണ്ടിട്ടുള്ളത് മിത്രൻ സാറാണ്. നമുക്ക് ഇതിനു മുമ്പ് ഗുരുക്കന്മാരുണ്ടായിരുന്നു, പക്ഷെ അതിനേക്കാളൊക്കെ ഒരു വ്യത്യസ്തത നമുക്ക് തരുന്ന ഫ്രീഡം. എന്നാൽ നമ്മളെ ഗുണദോഷിക്കേണ്ട സ്ഥലത്ത് ഗുണദോഷിക്കുകയും ചെയ്യും, അതാണ് പ്രത്യേകത. അല്ലാത്തടത്ത് ഫ്രീഡം തരും ചെയ്യും, ഗുണദോഷിക്കേണ്ട സ്ഥലത്ത് ഗുണദോഷിക്കുകയും ചെയ്യും, ചീത്ത പറയേണ്ടത് ചീത്ത പറയുകയും ചെയ്യും. ഓക്കെ, അപ്പോ ഇത് എല്ലാം കൂടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതായത് നമുക്ക് നേർവഴിക്ക് നടത്താനും നമ്മളെ നേർവഴിക്ക് നടത്തും ചെയ്യും, എന്നാൽ എന്താണ്, ഫ്രീഡം തരേണ്ടത് ഫ്രീഡം തരും ചെയ്യും. ഓക്കെ, അപ്പോ അങ്ങനെയാണ് നമ്മുടെ മിത്രൻ സാറിന്റെ ഒരു, എനിക്ക് പേഴ്സണലായിട്ട് കൂടിയുള്ള ഒരു കാര്യമാണ് അത്. സാറിന് മാത്രം കണ്ടുള്ളൊരു ക്വാളിറ്റിയാ, മറ്റു ഗുരുക്കന്മാരിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. മറ്റു ഗുരുക്കെന്ന് വെച്ചാൽ ഒരു ഗുരു എന്ന നിലയിൽ നിൽക്കുക എന്നത്, ഇത് അങ്ങനെയല്ല. അതിലുപരി എന്നാ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഭയഭക്തി ബഹുമാനമൊക്കെ ഉണ്ട് കേട്ടോ, അത് വേറെ. പക്ഷെ നമുക്ക് ആ ഒരു ഫ്രീഡം നമുക്ക് കിട്ടുന്നുണ്ടെന്ന് അർത്ഥം. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. അപ്പോ നമുക്കിനി സാറ് കയറാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുവരെ ജസ്റ്റ് നമുക്ക് നമ്മുടെ ഇതിലേക്ക് കടക്കാം, നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോ നിങ്ങളെല്ലാവരും എം തിയറി അല്ലെങ്കിൽ എം എന്ന ഒരു സിദ്ധാന്തം എന്താണെന്ന് അറിയാനും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും വന്നവരായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം എടുക്കുന്നത് എന്താണ് എം, അല്ലെങ്കിൽ എന്താണ് എം തിയറി എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എം തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മുടെ സ്ലൈഡിൽ കാണുന്ന പോലെ എം തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഷോർട്ടായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം. അതായത് എം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു അക്ഷരാണ് അല്ലെ.
നമ്മുടെ തീരുമാനം ഓരോ അക്ഷരത്തിനും ഓരോ ഫ്രീക്വൻസി ഉണ്ട്. ഓക്കെ, ഓരോ അക്ഷരത്തിനും ഓരോ ഫ്രീക്വൻസി ഉണ്ട്. മനസ്സിലായോ? നിങ്ങൾ കാണാതെ തന്നെ എനിക്ക് അത് നിങ്ങളെ ഫേസ് എക്സ്പ്രഷനും കൂടി കാണുമ്പോഴാണല്ലോ നമുക്ക്. ഒരു മിനിറ്റ്. അപ്പോ നമ്മുടെ സിദ്ധാന്ത പ്രകാരം ഏത് അക്ഷരത്തിനും ഒരു ഫ്രീക്വൻസി ക്രിയേറ്റ് ചെയ്യുന്ന അക്ഷരം നമ്മൾ ചൊല്ലുമ്പോൾ അല്ലെങ്കിൽ അക്ഷരത്തോട് ചിന്തിക്കുമ്പോൾ ഒരു ഫ്രീക്വൻസി ക്രിയേറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഒരു ഫ്രീക്വൻസി ആണ് എം എന്ന ഒരു ഫ്രീക്വൻസി ആണ്. അത് എമ്മിനെ നമുക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റില്ല. എം എന്ന തിയറി വെച്ച് നമുക്ക് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനും ഡീകോഡ് ചെയ്യാം. പക്ഷെ എം എന്ന ആ എനർജിയില് അതിനെ നമുക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റില്ല. അതെന്താണെന്ന് ഡീകോഡ് ചെയ്യാം. പക്ഷെ നമുക്ക് അതിനൊരു ഉദാഹരണത്തോടെ അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്ന് പറയാൻ പറ്റും. അതായത് ഒരു വെളിച്ചം അല്ലെങ്കിൽ ഒരു അഗ്നി ആണ് എം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, എം എന്ന് വെച്ചാൽ ഒരു അഗ്നിയെ പോലെയാണ്. ഒരു തീ, അഗ്നി ആയിട്ടാണ് എമ്മിനെ നമുക്ക് കാണാം. അതായത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആ ഒരു രൂപത്തിലാണ് അത് ഇരിക്കുന്നത് നമുക്ക് സങ്കല്പിക്കുക. അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് എം എന്നുള്ളൊരു എനർജി വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ എം എന്നുള്ള എനർജി ഇരിക്കുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഭൂമിയുടെ സെൻട്രൽ ഗെറ്റിംഗ് പോയിന്റിലാണ് ഈ എനർജി വരുന്നത്. ഓക്കെ, ഭൂമിക്ക് മധ്യത്തിലായിട്ട് ഉണ്ടാകുന്ന ഒരു എനർജി അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു എനർജി അല്ലെങ്കിൽ ഒരു പോയിന്റ് ആണ് എം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോ ഈ എം നമ്മൾ പറഞ്ഞു അഗ്നിയാണെന്ന് പറഞ്ഞു, ഒരു എനർജി ലെവലാണ് അല്ലെ, ഒരു എനർജി ഫോഴ്സ് ആണെന്ന് പറഞ്ഞു. അതുപോലെ എന്താണ് ഈ എം വെച്ചിട്ട്, എം എന്ന നമ്മുടെ തിയറി വെച്ചിട്ട് നമ്മുടെ ഈ ലോകത്തുള്ള ഭൂരിഭാഗം കാര്യങ്ങളും റൗണ്ട് ഷേപ്പിലാണ്, വട്ടത്തിൽ, വൃത്താകൃതിയിലാണ്. ഓക്കെ, അതായത് ഇപ്പോ എന്താ പറയാ, നമ്മള് ഈ പ്രകൃതിയിൽ കാണുന്ന എന്ത് കാര്യം, ഇപ്പൊ പൂക്കളാകട്ടെ അല്ലെങ്കിൽ എന്താ പറയാ, മിക്ക കാര്യങ്ങളും വട്ടത്തിലാണ് അല്ലെ. വട്ടത്തിലാണ് മിക്ക കാര്യങ്ങളും സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ എടുക്കുമ്പോ അറിയാം. ഓക്കെ, അതുപോലെ ഈ ചക്രാസ് പറയില്ലേ, നമ്മുടെ ബോഡിയിലെ ചക്രാസ്, നമ്മുടെ തല, കണ്ണാണെങ്കിലും മൂക്കിലെ ദ്വാരാണെങ്കിലും ഏകദേശം ഒരു, അതായത് കറക്റ്റ് റൗണ്ട് എന്നല്ല, ഏകദേശം ഒരു റൗണ്ട് ഷേപ്പിലാണല്ലേ. ഓക്കെ, അപ്പൊ എം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ എം തിയറി പറയുന്നത് എന്താ, നമ്മുടെ ഭൂമിയിലുള്ള ഭൂരിഭാഗം കാര്യങ്ങളും റൗണ്ട് ഷേപ്പിലാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞ എം എന്നുള്ളൊരു എനർജി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇതേപോലെ തന്നെ പവർഫുൾ ആയിട്ട് വേറൊരു എനർജി ഉണ്ട് നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ഭൂമിയിൽ. ആ എനർജിനെ വിളിക്കുന്നവരാണ് എക്സ്. ഓക്കെ, അപ്പോ ഈ നമ്മുടെ സ്ലൈഡില് 2 ഇൻറ്റു ഇട്ടണോ, ഇൻറ്റു, ആ ഇൻറ്റു ആണ് എന്ത്, എക്സ് എന്ന് പറയുന്ന എനർജി. ഓക്കെ, കണ്ടോ? ഇനി അതിന്റെ ആ ഒരു ചതുരത്തിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ഒരു ഇത് കണ്ടോ, ഒരു വട്ടം, 2 പാർട്ടായിട്ടുള്ള ഒരു വട്ടം, അതാണ് എം എന്ന് പറയുന്ന എനർജി. അത് ഭൂമിയുടെ ഉള്ളിലിരിക്കുന്ന എനർജി. മറ്റേ എക്സ് എന്താ, പുറത്തുനിന്ന് വരുന്ന ഒരു എനർജി. ഓക്കെ, അതായത് ഭൂമിയിലൂടെ കടന്നു പോകുന്ന എനർജിയാണ് എക്സ്. അപ്പോ ഈ എക്സ് നോഡ് എന്ന് പറയുന്നത് പറയാം, എക്സ് നോഡുകൾ. ഈ എക്സ് എന്നുള്ളത് ഈ എക്സിൻ എന്ന എനർജിനെയാണ് എലോൺ മാസ്ക് എടുത്തുകൊണ്ട് വരുന്നത്, അല്ലെങ്കിൽ എലോൺ മാസ്ക് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എലോൺ മാസ്ക് ഉപയോഗിക്കുന്നത് ഈ എക്സ് എനർജിനെയാണ്. അപ്പൊ ഈ എക്സ് എനർജിയാണ് നമ്മുടെ ബൈബിളിലൊക്കെ പറയുന്ന സാത്താൻ ചെകുത്താൻ എന്നൊക്കെ പറയുന്നില്ലേ. ഓക്കെ, അത് ഈ എക്സ് എനർജി, അതായത് പ്രേതം എന്നൊക്കെ പറയുന്ന സംഭവം, യക്ഷി, ആ സംഭവമാണ് ഈ എക്സ് എനർജി ആയിട്ട് വരുന്നത്. എം എനർജി എന്ന് പറയുന്നത് ഓപ്പൺ ആയിട്ടുള്ള, ഭൂമിയിൽ ഓപ്പൺ ആയിട്ട് നിൽക്കുന്ന ഒരു എനർജി. എക്സ് എന്ന് പറയുന്നത് ഒരു സീക്രട്ട് എനർജിയാണ്, നമുക്ക് കാണാനോ കേൾക്കാനോ പറ്റാത്ത ഒരു സീക്രട്ട് എനർജിയാണ് എക്സ്. അതിന്റെ ഓപ്പോസിറ്റാണ് എം, ഈ ഭൂമി മൊത്തം നിറഞ്ഞു നിൽക്കുന്ന, ഭൂമി കൺട്രോൾ ചെയ്യുന്ന ഒരു എനർജിയാണ് എം എനർജി. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കുന്നു, ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു.